ഞായറാഴ്ച മുതൽ ചൂട് കുറയാനുള്ള ചെറിയൊരു സാധ്യത കാണുന്നുണ്ട്. അതിന് പ്രധാന കാരണം ഒരു ചെറിയൊരു ചക്രവാത ചുഴി വന്നിട്ടുണ്ട്. ഇങ്ങനെ ചൂട് കൂടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ശ്രീലങ്കയുടെ താപനില ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. അവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഇത്രയും ചൂട് വരുമ്പോൾ അവിടെ 31 ഡിഗ്രി വരെയൊക്കെയാണ് വരുന്നത്. അതിന് പ്രധാന കാരണം അവർ മരങ്ങളെ അധികം നശിപ്പിച്ചിട്ടില്ല. നമ്മളും ആ നിലയ്ക്ക് ചിന്തിക്കണം. മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. മരങ്ങൾ മുറിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഒരു മരം വളർന്നു വരാൻ 30 വർഷമെങ്കിലും എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു മരം മുറിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ ഇത്തരം പണികൾ കിട്ടും. എന്തിനാണ് മരങ്ങൾ വയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തണൽ കിട്ടും, അതുപോലെ ഈ കാറ്റിൻ്റെ പ്രവാഹം ലഭിക്കാനും ആ ചൂട് കുറയാനും സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും ചൂട് നിലനിർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. ഇതിൻ്റെ അളവ് ക്രമാതീതമായി കൂടുന്നതും രാത്രിയിലൊക്കെ ചൂട് തങ്ങി നിൽക്കാനായിട്ട് കാരണമാകും. അതിനാൽ മരങ്ങളെ വേറെ രീതിയിൽ കാണാതെ, മുറിക്കാതെ, അത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് കരുതി അതിനെ സംരക്ഷിക്കാനായിട്ട് നോക്കുക. ചിലപ്പോഴൊക്കെ കാറ്റ് വന്നു കഴിഞ്ഞാൽ മരങ്ങൾ വീഴുമെന്നും പറഞ്ഞ് പലരും മരങ്ങൾ മുറിച്ച് മാറ്റാറുണ്ട്. പക്ഷേ ഈ മരങ്ങൾ കാറ്റ് വരുമ്പോൾ വീഴുന്നത് അത് തനിയെ മുളച്ച് വരുന്നതാണ്. നമ്മൾ ചെയ്യേണ്ടത് നല്ല ആഴത്തിൽ കുഴിയെടുത്ത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനാണ്. അപ്പോഴാണെങ്കിൽ കാറ്റ് വന്നു കഴിഞ്ഞാലും മരങ്ങൾ വീഴുകയില്ല. അപ്പോൾ മരങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാത്ത അവസ്ഥ വരുമ്പോഴാണ്, മരങ്ങൾ കുറയുമ്പോഴാണ് കാർബൺ ഡയോക്സൈഡ് കൂടി വരുന്നത്. ഇതിന് പ്രധാനമായും നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്കും പ്രശ്നങ്ങൾ വരാനും സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ വണ്ടിയുടെ ഉപയോഗം മൂലം കാർബൺ മോണോക്സൈഡ് ഓസോൺ പാളിയിൽ തങ്ങി നിൽക്കാനും കാരണമുണ്ട്. അതിനാൽ വണ്ടിയുടെ ഉപയോഗവും കുറയ്ക്കും. സഭയുടെ അല്ല ആ മാവ്, ഇവിടെയുള്ള ചേട്ടന്മാർ വെച്ചാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ തണുപ്പിന് വേണ്ടി ഒരു മാവ് വെച്ചോ. നല്ല സ്ഥലമല്ലയോ? നല്ല സ്ഥലമാണ്. മാങ്ങ പറിക്കാം. അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഒരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ കണ്ണാടി വെച്ച് കണ്ടിട്ടില്ല കേട്ടോ. അതെന്താ ചേട്ടാ ഇങ്ങനെ കണ്ണാടിയൊക്കെ? മുഖം നോക്കി എന്താ ചെയ്യാം, മുഖം നോക്കാനോ? ആ, നിങ്ങൾക്ക് തന്നെ മുഖം നോക്കാനല്ലേ? അവിടെ നല്ല വെയിലായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു ഞങ്ങൾ അവിടെ ഇങ്ങനെ നിന്നപ്പോൾ നമ്മൾ ഒരു മാവ് ഉണ്ടോ, അപ്പോൾ അവിടെ വെയിറ്റ് ഷെയ്ഡ് നമ്മൾ ചുമ്മാ അവിടെ നിന്നതാണ്. അപ്പോൾ ഇരുന്നപ്പോൾ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. ചുമ്മാ ഒരു വൈബായിട്ട് ഒരു കുഞ്ഞ് കണ്ണിമാങ്ങയൊക്കെ പറിച്ച് തിന്നുകൊണ്ടൊക്കെ ഇരുന്ന സമയത്താണ് അറിഞ്ഞത് നഗരസഭയുടെ അല്ല ആ മാവ്, ഇവിടെയുള്ള ചേട്ടന്മാർ വെച്ചാണെന്ന് പറഞ്ഞു.